വചനവയൽ ക്വിസിലേക്ക് സ്വാഗതം. വചനവയൽ ആപ്പിലെ ഇ-ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു. എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ്. ഇന്നത്തെ പഠനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം. ക്വസ്റ്റ്യൻ നമ്പർ 1. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ ആർക്ക് അവരുടെ മേൽ അനുകമ്പ തോന്നി? അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യേശുവിന്. ക്വസ്റ്റ്യൻ നമ്പർ 2. അവർ പോയി കഴിഞ്ഞപ്പോൾ പിശാച് ബാധിതനായ ഒരു ഊമനെ ആര് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ജനങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 3. യോഹന്നാൻ്റെ ശിഷ്യന്മാർ ആരുടെ അടുത്ത് വന്ന് ചോദിച്ചു, ഞങ്ങളും ഫരിസേയരും ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, യേശുവിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 4. ആരെ പുറത്താക്കിയ ശേഷം അവൻ അകത്തു കടന്ന് അവളെ കൈക്ക് പിടിച്ചുയർത്തി, അപ്പോൾ ബാലിക എഴുന്നേറ്റു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജനക്കൂട്ടത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 5. ബലിയല്ല ഡാഷ് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കരുണ. ക്വസ്റ്റ്യൻ നമ്പർ 6. അപ്പോൾ നിയമജ്ഞരിൽ ചിലർ പരസ്പരം പറഞ്ഞു, ഇവൻ ഡാഷ് പറയുന്നു എന്നാണ് മത്തായി 9-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ദൈവദൂഷണം. ക്വസ്റ്റ്യൻ നമ്പർ 7. ഞാൻ നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ് വന്നത് യേശു ആരോട് പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഫരിസേയരോട്. ക്വസ്റ്റ്യൻ നമ്പർ 8. ആര് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്തുകൊണ്ട്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഫരിസേയർ. ക്വസ്റ്റ്യൻ നമ്പർ 9. അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ ശയ്യയും എടുത്ത് വീട്ടിലേക്ക് പോവുക. മത്തായി 9:6 ആരുടെ വാക്കുകൾ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഈശോ. ക്വസ്റ്റ്യൻ നമ്പർ 10. ഈ വാർത്ത ആ നാട്ടിലെങ്ങും പരന്നു. എന്ത് വാർത്ത? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ബാലികയെ ഉയർപ്പിച്ചത്. നന്ദി. വചനവയൽ ആപ്പിലെ ഇ-ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു. എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ്. നന്ദി.